പോലീസ് സേനയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. AIG VG വിനോദ് കുമാറിനെതിരായ വനിതാ SI-മാരുടെ പരാതിയിൽ റിപ്പോർട്ട് നൽകി 6 മാസം കഴിഞ്ഞിട്ടും നടപടിയില്ല. മുൻ സർക്കാരിലെ ഉന്നതനാണ് റിപ്പോർട്ട് പൂഴ്ത്തിയതെന്നാണ് ആക്ഷേപം. വിനോദ് കുമാറിനെതിരായ പരാതി ഗൗരവ സ്വഭാവമുള്ളതെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമായിരുന്നു ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട്. മോശം ഉദ്ദേശത്തോടെ സന്ദേശങ്ങൾ അയച്ചെന്നായിരുന്നു വനിതാ SI-മാരുടെ പരാതി. റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഹരിമോഹനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഹരി, പോലീസ് സേനയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ഇത്തരം പല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്? ഈ AIGക്കെതിരായ റിപ്പോർട്ട് നൽകിയ 6 മാസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. മുൻ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് പൂഴ്ത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ആ റിപ്പോർട്ടും അങ്ങനെ പൂഴ്ത്തി എന്നതാണ്. ഏതായാലും ഈ വനിതാ ഉദ്യോഗസ്ഥർ പരാതി ഉറച്ചു നിൽക്കുമ്പോൾ പോലും അതിന് നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ്. തീർച്ചയായിട്ടും അതിൽ ഈ റിപ്പോർട്ട് അടക്കം ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയും പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയൊരു ആക്ഷേപത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ 2 വനിതാ SI-മാർ ആദ്യഘട്ടത്തിൽ പരാതിപ്പെടുകയും ആ പരാതിയിന്മേൽ അന്ന് DIG ആയിരുന്ന അജിത ബീഗം ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും പോഷ് ആക്ടിന്റെ പരിധിയിൽ പെടുന്നതാണ് ഇവർ ഉന്നയിച്ച പരാതി എന്നും അതിൽ വിശദമായ അന്വേഷണം വേണമെന്നും പറഞ്ഞതിനെ തുടർന്നാണ് പോലീസ് ആസ്ഥാനത്തെ ആഭ്യന്തര പരാതി പരിഹാര സെൽ SP മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലും SP VG വിനോദ് കുമാറിനെതിരായി ഉയർത്തപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പ്രാഥമികമായി അല്ലെങ്കിൽ അതിൽ കഴമ്പുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് വരികയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. അതായത് 2025 നവംബർ മാസത്തിലാണ് പോലീസ് ആസ്ഥാനത്തിന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് മെറിൻ ജോസഫ് കൊടുക്കുന്നത്. പക്ഷെ ആ റിപ്പോർട്ടിന്മേൽ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ ഗൗരവ സ്വഭാവത്തിലുള്ള പരാതിയാണ് 2 വനിതാ SI-മാർ നൽകിയത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം അതിൽ വേണ്ടതുണ്ട് എന്നുള്ളതാണ്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 2 വനിതാ SI-മാർക്കും നിരന്തരം മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുകയായിരുന്നു വിനോദ് കുമാർ ചെയ്തിരുന്നത്. ഇത് പിന്നീട് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം, അതായത് ഒരു DYSP-യോട് ഇത് പരാതിപ്പെടുന്ന ഒരു നിലയുണ്ടായി. ആ സമയത്ത് DYSP മാനസിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. മെസ്സേജിന് റിപ്ലൈ അയക്കാത്തത് കൊണ്ട് തന്നെ തങ്ങളെ പല രീതിയിൽ മാനസികമായി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള പരാതികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അത് അന്വേഷിച്ചപ്പോൾ മെറിൻ ജോസഫിന്റെ റിപ്പോർട്ടിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ വനിതാ SI-മാർക്ക് രാത്രികാലങ്ങളിൽ മെസ്സേജ് അയക്കുന്നത്, അവരെ വിളിക്കുന്നത്, ഇതിനൊക്കെ തന്നെ മറുപടിയായി വിനോദ് കുമാർ പറഞ്ഞത് കീഴുദ്യോഗസ്ഥരെ മോട്ടിവേറ്റ് ചെയ്യാനാണ് എന്നുള്ളതാണ്. അതിന് മെറിൻ ജോസഫിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ മോട്ടിവേറ്റ് ചെയ്യാനാണെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം ഇതിൽ വേണമെന്നുള്ളതാണ്. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ശരി, ഏതായാലും ആഭ്യന്തര മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.